നമ്മുടെ ദാസപ്പൻ മടിയന്മാരുടെ ലോകത്തെ രാജാവായിരുന്നു. ജോലിക്കു പോകില്ലെന്ന് മാത്രമല്ല, വീട്ടിലെ ഒരു പണിയിലും കൈവയ്ക്കില്ല. ഒരു ദിവസം രാത്രി ദാസപ്പൻ നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ വീട്ടിൽ ഒരു കള്ളൻ കയറി. വീട്ടിലെ എല്ലാ മുറികളിലും കള്ളൻ പരതി നോക്കി. പക്ഷേ ദാസപ്പന്റെ അവസ്ഥ കണ്ട് കള്ളൻ പോലും ഒന്ന് വിഷമിച്ചു. അടുക്കളയിൽ ഒഴിഞ്ഞ പാത്രങ്ങൾ മാത്രം, അലമാരയിൽ 4 കീറിയ മുണ്ടുകളും ഒരു പഴയ കുടയും, മേശപ്പുറത്ത് ആകെ ഉള്ളത് വട്ടപൂജ്യം ബാലൻസുള്ള ഒരു ബാങ്ക് പാസ്ബുക്ക്. കള്ളന് ദാസപ്പനോട് വല്ലാത്ത സഹതാപം തോന്നി. ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഇയാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് തന്നെ കാര്യം, കള്ളൻ സ്വയം പറഞ്ഞു. കള്ളൻ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന 500 രൂപ ദാസപ്പന്റെ തലയണയുടെ വശത്ത് വെച്ചു. എന്നിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ദാസപ്പൻ പെട്ടെന്ന് ഉണർന്നു കള്ളന്റെ കൈക്ക് പിടിച്ചു. കള്ളൻ പേടിച്ചു വിറച്ചു. അയ്യോ സാറേ, എന്നെ വിടൂ. ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. പകരം ഇങ്ങോട്ട് കാശ് തന്നതേയുള്ളൂ. ദാസപ്പൻ കണ്ണ് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ ശരി തന്നെ. പക്ഷേ പോകുന്നതിനു മുൻപ് ആ വീടിന്റെ മുറ്റത്തെ പുല്ല് കൂടി ഒന്ന് പറിച്ചിട്ട് പോകൂ. എനിക്ക് പൈസ കിട്ടിയാൽ മാത്രം പോരല്ലോ, ഒരു പണിക്കാരനെ കൂടി ആവശ്യമുണ്ടായിരുന്നു. ദാസപ്പന്റെ മടി കണ്ട് കള്ളൻ തലയിൽ കൈവച്ചു കരഞ്ഞുപോയി. അവസാനം ആ 500 രൂപ തിരിച്ചുവാങ്ങി കള്ളൻ ദാസപ്പന് ഒരു 100 രൂപ മടി കാണിക്കാത്തതിന് കൈക്കൂലി കൊടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു.